ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ നോമ്പാചരണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വിഭൂതിയോടുകൂടി നമ്മുടെ നോമ്പ് പ്രായശ്ചിത്തത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിഹാര പ്രവൃത്തികളുടെയും ഒക്കെ ഒരു സമയമാണ് ഈ നോമ്പ് കാലം. അത് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചില പരിത്യാഗ പ്രവൃത്തികൾ, ചിലപ്പം ഇറച്ചി, മീൻ, മുട്ട, പാല് ഉൽപ്പന്നങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുള്ള പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഭക്ഷണക്രമമൊക്കെ പാലിച്ചുകൊണ്ട് കൂടുതൽ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശൻ്റെ വഴി നടത്തി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുള്ള ഒരു ജീവിതക്രമം നമ്മൾ ഈ നോമ്പ് കാലത്ത് സ്വീകരിക്കുമായിരിക്കും. പക്ഷെ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഈ നോമ്പാചരണ കാലത്ത് അതിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജീവിതക്രമവും ഈ നോമ്പിന് ശേഷം, ഈസ്റ്ററിന് ശേഷം ജീവിക്കാൻ പോകുന്ന ഒരു ജീവിതക്രമവും തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിൽ ഈ നോമ്പാചരണം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നൊരു കാര്യം, വർഷങ്ങളായിട്ട് 40 വർഷങ്ങളായിട്ട് നോമ്പ് തുടങ്ങുന്ന അന്ന് മുതൽ ഈസ്റ്ററിൻ്റെ തലേ ദിവസം വരെ മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്ന ഒരാൾ. മാംസം കഴിക്കില്ല, മീനും മുട്ടയും കഴിക്കില്ല. കഠിനമായ ഒരു പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെ ജീവിതം നയിക്കുന്നയാൾ. പക്ഷേ ഈ നോമ്പിൻ്റെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം മദ്യം കഴിക്കും, ഈ ലോകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സുഖഭോഗങ്ങളിലും ഏർപ്പെടുകയും ചെയ്യും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതുകൊണ്ട് പ്രയോജനം എന്താണ്? അപ്പം എന്നോട് പറഞ്ഞത്, എനിക്ക് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകണം. സ്വർഗത്തിൽ പോകാനായിട്ട് ഞാൻ ഇപ്പോൾ പണം നിക്ഷേപിക്കുന്ന കാലഘട്ടമാണ് ഈ നോമ്പ് കാലം. അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? എൻ്റെ ഒരു വർഷത്തെ 365 ദിവസവും എൻ്റെ നല്ല ജീവിതം വഴി നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങളാണ് ഈ ലോക ജീവിതത്തിന് ശേഷം എനിക്ക് സ്വർഗം സമ്മാനിക്കുന്നത്. ഒരു നോമ്പ് കാലത്ത് മാത്രമുള്ള ആത്മീയ ജീവിതം വഴി നേടുന്ന സമ്പത്ത് ശേഖരിച്ചു വെക്കുന്ന, സ്വർഗത്തിലേക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. ലെൻഡ് ഈസ് നോട്ട് എ ടൈം ടു ലുക്ക് അറ്റ് അവർ സെൽസ്, ബട്ട് ഇറ്റ്സ് എ ടൈം ടു ലുക്ക് ഇൻ ടു അവർ സെൽസ്. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആത്മപ്രശംസയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമല്ല നോമ്പാചരണം. നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം, നമ്മുടെ ആന്തരികതയിലേക്ക്. ആത്മാവ്, മനസ്സ്, നമ്മുടെ മനസ്സാക്ഷി, ഇതൊക്കെയാണ് ആന്തരികത എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടതും. അതിനുള്ള കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. അവിടെ അങ്ങനെ നോക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ നോക്കണമെന്നൊരു ചിന്തയാണ് ഇന്നത്തെ ഈ ചെറിയ സന്ദേശത്തിൽ ഞാൻ കൂടുതലായി ഒന്നും നൽകി പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, എന്നെ നീ കാണുന്ന പോൽ എന്നെ ഞാൻ കാണുവാനായി എന്നയനങ്ങൾക്കു നിൻ വെളിച്ചം തരേണമേ. എന്നെ എൻ്റെ ഈശോ കാണുന്നത് പോലെ എന്നെ ഞാൻ കാണാൻ വേണ്ടി എൻ്റെ ആന്തരിക നേത്രങ്ങൾക്ക് വെളിച്ചം വേണം. അങ്ങനെ വെളിച്ചം സ്വീകരിച്ച് എൻ്റെ ഈശോ എന്നെ കാണുന്നത് പോലെ എന്നെ കാണുവാനായി ഞാൻ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്നിലേക്ക് നോക്കണം. ഈശോ എങ്ങനെ എന്നെ കാണുന്നത് അതറിയണമെങ്കിൽ എൻ്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ പോരാ. ഞാൻ എന്നെ തന്നെ ഒരു പക്ഷേ നികൃഷ്ടനും നീചനും പാപിയുമായിട്ട് കണ്ടെന്ന് വരാം. കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കും സ്വയം വെറുപ്പിലേക്കും വന്നെന്ന് വരാം. എന്നെ ഒരു മഹാനായിട്ടും വിശുദ്ധനായിട്ടും പരിപൂർണനായിട്ടും തെറ്റിദ്ധാരണയിൽ ഞാൻ കണ്ടു എന്ന് വരാം. എൻ്റെ കണ്ണുകളിലൂടെ ഞാൻ എന്നെ നോക്കിയാൽ. അങ്ങനെ 2 വ്യക്തിത്വങ്ങളുണ്ടല്ലോ. ചില വ്യക്തികൾ അവർ എല്ലാം തികഞ്ഞവരാണെന്നും ഒരു കുറവില്ലാത്തവരാണെന്നും തിരുത്താനൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്നവർ ചിലരെങ്കിലും ഉണ്ടാകാം. ചിലരാകട്ടെ എത്രയൊക്കെ നന്നായിട്ട് ജീവിക്കാനുള്ള പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ തങ്ങൾ നീചരാണ്, നികൃഷ്ടരാണ്, പാപികളാണ്, നിന്ദരാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്, അങ്ങനെ സ്വയം വെറുപ്പിൻ്റെയും സ്വയം നിന്ദയുടെയും ജീവിതം നയിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ കണ്ണുകളിലൂടെ അവരിലേക്ക് നോക്കിയാൽ, ഈ നോമ്പ് കാലത്ത് നോക്കിയാൽ പ്രയോജനമില്ല. അതുകൊണ്ട് യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഞാൻ എന്നെ തന്നെ നോക്കണം. പ്രിയപ്പെട്ടവരെ,
യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്നെ നോക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് ഈ ബൈബിൾ. ഈ നോമ്പ് കാലത്ത് തമ്പുരാൻ എന്നെ കാണുന്നത് പോലെ ഞാൻ എന്നെ കാണുവാനും തിരുത്തൽ വരുത്തേണ്ടിടത്ത് തിരുത്തൽ വരുത്തുവാനും കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ കൂട്ടിച്ചേർക്കാനുമുള്ള ഒരു പരിശ്രമത്തിന് നമ്മെ സഹായിക്കും വിശുദ്ധ ഗ്രന്ഥം. വചന ഗ്രന്ഥം, പ്രത്യേകിച്ച് പുതിയ നിയമം വായിച്ചും ധ്യാനിച്ചും അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചും ആ വചനത്തിലുള്ള ജീവൻ പ്രാപിച്ചും വളരേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. പ്രായശ്ചിത്തത്തിൻ്റെ ഉപവാസത്തിൻ്റെയും അതുപോലെ മാംസം ഉപേക്ഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഒക്കെ കൂടെ ഈ ഒരു കാര്യവും കൂടെ നമ്മൾ ചെയ്യണം. അവിടെ ദൈവം നൽകാത്തത്, ദാറ്റ് വിച്ച് ഇസ് നോട്ട് ഗിവൺ ബൈ ഗോഡ്. രണ്ടാമതായി ദൈവം അനുവദിക്കാത്ത, ദാറ്റ് വിച്ച് ഇസ് നോട്ട് പെർമിറ്റഡ് ബൈ ഗോഡ്. മൂന്നാമത്തതായി ദാറ്റ് വിച്ച് ഇസ് നോട്ട് ബ്ലെസ്ഡ് ബൈ ഗോഡ്. ദൈവം ആശീർവദിക്കാത്തതായിട്ട് നമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ദൈവം നൽകാത്തത്, ദൈവം അനുവദിക്കാത്തത്, ദൈവം ആശീർവദിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് യേശുവിൻ്റെ കണ്ണുകളിലൂടെ അങ്ങനെ നോക്കുമ്പോൾ ദൈവം നൽകാത്തത്, ദൈവം അനുവദിക്കാത്തത്, ആശീർവദിക്കാത്തത് ഓരോന്നും കണ്ടെത്താൻ നമുക്ക് ഈ തിരുവചന ഗ്രന്ഥം നമ്മെ സഹായിക്കും. ആ തിരുവചനത്തിലെ വചനങ്ങളിലൂടെ ഇങ്ങനെ പോകണം. പറ്റുമെങ്കിൽ നോമ്പ് കാലത്ത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള സമ്പൂർണ്ണ ബൈബിൾ വായിക്കണം. കൂടുതലായി വായിക്കേണ്ടത് പുതിയ നിയമമാണ്. പ്രത്യേകിച്ച് യേശുവിൻ്റെ തിരുമൊഴികൾ, യേശുവിൻ്റെ നടപടികൾ, ഇക്കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന 4 സുവിശേഷങ്ങളും ആ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ചൈതന്യവും ഊർജവും അവിടുത്തെ കൽപ്പനയും സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലേക്ക് സുവിശേഷ വേലയ്ക്കിറങ്ങിയ ആദ്യകാല അപ്പസ്തോല ഗണത്തിൻ്റെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ ആ ആദ്യ കാലഘട്ടത്തിൽ, സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ അവർ നൽകിയിരിക്കുന്ന പ്രബോധനങ്ങളിൽ കുറിച്ചും കൂടുതൽ ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ട കാലമാണിത്. രണ്ടാമതായി യേശുവിൻ്റെ കണ്ണുകളിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ദൈവം നൽകാത്തത്, ദൈവം അനുവദിക്കാത്തത്, ദൈവം ആശീർവദിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി അതപ്പോൾ തന്നെ യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മിലുള്ള ദൈവികമല്ലാത്തത് എല്ലാം അത് യേശുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണ്, കൂദാശയാണ് കുമ്പസാര കൂദാശ. ദൈവം നൽകാത്തത്, ആശീർവദിക്കാത്ത, അനുവദിക്കാത്തത് പിശാച് നൽകിയതാണ്. പിശാചിൻ്റെ പൈശാചികതയുള്ളവയാണ്, പിശാചിൻ്റെ സമ്മാനങ്ങളാണ്. അങ്ങനെയുള്ളത് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ളത് അതിനെ പാപമെന്ന് വിളിക്കാം. പാപം പലതരത്തിലുണ്ടാകാം. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലുള്ള പാപങ്ങളുണ്ട്. അങ്ങനെയുള്ളത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ കുമ്പസാര കൂദാശ നാം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ഒരു ആത്മശോധനയിലൂടെ നമ്മൾ കടന്നു പോവുക. അതിൻ്റെ കൂടെ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും അവരുടെ തെറ്റുകളും നമ്മുടെ ചിന്താവിഷയമാക്കുന്ന ഒരു സ്വഭാവം വെടിയുക. മറ്റുള്ളവരിലേക്ക് യേശുവിൻ്റെ കണ്ണുകളോട് നോക്കുമ്പോൾ യേശു അവരെ എങ്ങനെ കാണുന്നുവോ അങ്ങനെ കാണുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മിലേക്ക് ഇതിനെ നോക്കി നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. മറ്റുള്ളവരിലേക്ക് നോക്കി അവരെ നമ്മൾ സഹായിക്കുന്നു പല വിധത്തിൽ. ശാരീരികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള വിധത്തിലുള്ള സഹായം മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥന വഴിയുള്ള സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു പുഞ്ചിരി ആയിരിക്കാം, ഒരു നല്ല വാക്കായിരിക്കാം, അല്ലെങ്കിൽ സാരമില്ല എന്നുള്ളൊരു വാക്കായിരിക്കാം. അങ്ങനെയൊക്കെ അവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് കൂടുതൽ കൃപയിലേക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ തന്നെ നോക്കി ഞങ്ങളാരോ മികച്ചവരും മിടുക്കുള്ളവരും ഉയർന്നവരും കുറ്റമറ്റവരും പൂർണ്ണരുമാണെന്നുള്ള തെറ്റായൊരു ധാരണയിലേക്ക് വരാത്ത വിധം ഞങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി, അതും അങ്ങയുടെ കണ്ണുകളിലൂടെ ഞങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ടെത്തി അതിനെ ഓർത്ത് നന്ദി പറയുവാനും അങ്ങ് അനുവദിക്കാത്തതും ആശീർവദിക്കാത്തതും നൽകാത്തതുമായവയൊക്കെ കണ്ടെത്തി അത് അങ്ങയുടെ കൈകളിലേക്ക് കുമ്പസാര കൂദാശ വഴി അനുതാപത്തോടെയും മാനസാന്തരത്തോടെയും
അങ്ങേ കരങ്ങളിൽ ഏൽപ്പിച്ച് നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളിൽ ഒരു തരത്തിലും പൈശാചികമായതൊന്നും പ്രവേശിക്കുകയോ അവിടെ വസിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.